ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നൊരു ഡേ ഔട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ബാംഗ്ലൂരാണുള്ളത്. അപ്പോൾ നമുക്ക് കബൺ പാർക്ക് ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ബാംഗ്ലൂർ വന്നിട്ട് കബൺ പാർക്ക് കാണാതെ പോകാമെന്ന് പറഞ്ഞാൽ അതൊരു സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ യാത്ര കബൺ പാർക്കിലോട്ടാണേ. അവിടെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണാനുണ്ട്. അവിടെ ഒരു നമ്മ ബാംഗ്ലൂരു പ്രൈവറ്റ് അക്വേറിയം ഉണ്ട്, പിന്നെ അവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അതുപോലെ തന്നെ വിധാൻ സൗദയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ പോയി. അവിടെ ചെന്നപ്പം അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ചെന്ന് ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലം കിട്ടാൻ കുറച്ച് ടൈം എടുത്തു. കാരണം ഒരുപാട് ആൾക്കാർ, ഹോളിഡേ ആയിരുന്നു, അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ പോയി. ഇതാണ് നമ്മ ബാംഗ്ലൂരു അക്വേറിയത്തിൻ്റെ ടിക്കറ്റ് കൗണ്ടറേ. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇനി നമ്മൾ അക്വേറിയത്തിലോട്ട് പോവാണേ. ഈ അക്വേറിയം എന്ന് വെച്ചാൽ ഇതൊരു പബ്ലിക് അക്വേറിയമാണ്. കാണാനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ കുട്ടികളുമായിട്ടൊക്കെ ഒരു ഡേ ഔട്ടൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ഒരുപാട് മീനുകളും ആ ഒരു മറൈൻ ഫീലും ഒത്തിരി നമുക്ക് ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസാണിത്. ഞങ്ങളിവിടെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ കണ്ടു. ഒത്തിരി ഇഷ്ടമായി. ഞങ്ങൾ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തത് വിധാൻ സൗദ കാണാൻ പോകാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം പൊട്ടറ്റോ ട്വിസ്റ്ററാണ്. ഞാൻ ഒരുപാട് നാളായിട്ട് കഴിക്കണമെന്ന് ആഗ്രഹിക്കുമായിരുന്നു. അപ്പോൾ അതും ഒരെണ്ണം വാങ്ങിക്കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് വിധാൻ സൗദ കാണാൻ വേണ്ടിയിട്ടാണ്. ഇതും ഇവിടെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നു. ഇത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദൂരം നിന്ന് ഇങ്ങനെ കാണുന്ന ഈ ഒരു ഫീൽ ഉണ്ടല്ലോ, ഇതും അടിപൊളിയാണ്. കർണാടക സംസ്ഥാന നിയമസഭയുടെ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ലെജിസ്ലേറ്റീവ് ഹൗസാണ് ഈ വിധാന സൗദ. ഇത് ഒരു 60 ഏക്കർ സ്ഥലത്താണ് ഈ വിധാൻ സൗദ വ്യാപിച്ചു കിടക്കുന്നത്. അതുപോലെ തന്നെ ഇത് 1956 സ്ഥാപിതമായതാണ് ഈ വിധാൻ സൗദ. അപ്പോൾ ഇവിടെ ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ശേഷം ഞങ്ങൾ പോയതേ ബാംഗ്ലൂരിലെ ഒരു പ്രധാനപ്പെട്ട മോളിലോട്ടാണ്, UB മോള്. അവിടെ പോയി കുറച്ച് നേരം ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.